ശരിക്കും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോൾഡ്നെസ്സും റൊമാൻസും ഒക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് സൂസന്നയും ഡാനിയും 2 TV ചന്ദ്രൻ ചിത്രങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ കണ്ടതാണെങ്കിൽ പോലും ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സീൻസ് ഉൾപ്പെടെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഡാനി എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നത്. ഡാനി ഞങ്ങളുടെ ആളായിരുന്നു, അന്ന് നിങ്ങൾ എതിരായിരുന്നു. പക്ഷെ നേരെ സൂസന്നയിൽ വരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പിന്നെ ഞങ്ങളുടെ ആളാണ്. അതിൽ കെട്ടിയിട്ടിട്ടുള്ള സീനിലെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും, അതായത് ഈ സീൻസ് വരെ ഇങ്ങനെ കയറി വരുന്ന രീതിയിൽ TV ചന്ദ്രൻ സാറിനെ കുറിച്ചുകൂടെ ഓർത്ത് ആ 2 പടങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും അത് അഭിനയിക്കുമ്പോൾ ഡാനി യൂഷ്വലായിട്ട് ഈ പടം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഏത് പടത്തിന് വിളിച്ചാലും ചന്ദ്രൻ സാറിന്റെ പടത്തിന് ഞാൻ പോകും. പക്ഷെ ഈ പടം ഫസ്റ്റ് വിളിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഞാനപ്പോൾ ഈ അടിപിടി പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എന്നോട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറയുമ്പോൾ ശരി പോയി പറയാം സാറിൻ്റെ അടുത്ത്, മര്യാദ കൊടുക്കാം, ലൊക്കേഷനിൽ പോയിട്ട് പറയാം ഞാനിത് ചെയ്യുന്നില്ല, ഞാൻ ചെയ്തത് നന്നായിരിക്കാം. അപ്പോഴാണ് വാണിയെ അതേപോലെ തന്നെ മുടി വെട്ടിയിരിക്കുന്നത്. ഞാൻ 1 മാസത്തിന് പടമില്ല എന്നുള്ള കാരണം കൊണ്ട് ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ടാണ് ആ പടത്തിന് ചെല്ലുന്നത്, ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത്. ഇതന്നെ എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ആ TV ചന്ദ്രൻ സാറ് എന്നോട് കാണിച്ച ആ ഒരു വിശ്വാസം, എൻ്റെ മേലെ വിശ്വാസമാണ് ആ സൂസന അസാധ്യപ്പെടായിരുന്നു. ഈ ഡാനിയിലേക്ക് എത്തുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡാണല്ലോ, അപ്പം സ്വീകരിക്കണ്ടേ? പിന്നെ എനിക്കതൊരു കുഴപ്പമില്ലാതെ ഈ പടം മൊത്തം ഞാൻ ചന്ദ്രൻ സാറിൻ്റെ കൂടെ ഈ പടം അഭിനയിച്ചപ്പോൾ പിന്നെ ഏത് ക്യാരക്ടറുകളും ആളുടെ ഏത് പടങ്ങൾ ചെയ്യാനും എനിക്കൊരു വിശ്വാസം വന്നു, എന്തും ചെയ്യാമെന്നുള്ള ഇതായിപ്പോയി. അങ്ങനെയായിരുന്നു ഡാനിയിൽ വന്നത്. പിന്നെ മമ്മൂക്കയുടെ കൂടെയാണ്. അത് കിങ് ആയാലും അതായാലും മമ്മൂക്കയായിട്ട് ഫസ്റ്റ് എതിർപ്പാണല്ലോ. കിങ്ങും ട്രൂത്തൊക്കെ അങ്ങനെയാണ്. ഇത് വേറൊരു രീതിയിലുള്ള എതിർപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ബോൾഡ്നെസ് നമ്മൾ ആ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിങ്ങിൽ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് വെക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു മുഖമാണ്, അല്ലെങ്കിൽ ബോൾഡായിട്ട് നിൽക്കും, എന്തോ ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നുണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയില്ലേ? അതൊരു പക്ഷേ ആ ബോൾഡായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് എന്ന ഇമേജ് അല്ലേ അതിനകത്ത് ഉപയോഗിച്ചേക്കണേ? കിങ്ങിലൊക്കെ അതെ 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 കിങ്ങിലാണ് പറയുന്നത്. മമ്മൂക്കയെ അടിക്കാനായിട്ട് പോകുമ്പോൾ അതിൽ പറയുന്നുണ്ട് മമ്മൂക്ക, ഇനി നിന്റെ കൈ ഒരാണുങ്ങളുടെ മേലെയും ഉയരില്ല. പക്ഷെ ആ പടത്തിന് ശേഷമാണ് ഉയർന്നേക്കുന്നത്. ശരിക്കും ഞങ്ങൾ വിജയശാന്തി IPS പോലെയുള്ള അതിന്റെ ഒരു മലയാളം വേർഷൻ വാണിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിജയശാന്തി മാം അവിടെ ചെയ്യുമ്പോൾ ഞാൻ ഗ്ലാമർ ക്യാരക്ടറായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എനിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെയാണ് പെട്ടെന്ന് മലയാളത്തിൽ വന്ന് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറുകളൊക്കെ ആയി മാറിയത്. ഈ മലയാളത്തിലെ ആദ്യത്തെ പടങ്ങൾ കഴിഞ്ഞിട്ട് സത്യത്തിൽ മാന്നാർ മത്തായിലെ മീര മഹേന്ദ്രന്റെ മീര ആയിരുന്നു തോന്നുന്നു. അതിൽ വരുമ്പോഴാണ് ഒരു ബ്രേക്ക് കിട്ടുന്നത്. പക്ഷെ അതിൽ പാട്ടൊക്കെ പാടി മച്ചാനെ വായൻ മച്ചാനെ വാ ഒക്കെ പാടിയിട്ട്, അപ്പൊ അവരുടെ കോമഡി ട്രൂപ്പാണല്ലോ അവര് മൊത്തം എല്ലാവരും. ആ കിണറിന്റെ അവിടെ പാട്ട് പാടിയിട്ട് അതിനകത്ത് ചാടാൻ പോകുന്നവർക്ക് അത് നമ്മൾ ഇപ്പോഴും ഇത് റീകളക്ട് ചെയ്യുന്ന സിദ്ദിഖ് ലാലിന്റെ സിനിമകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ആ സമയത്ത്. അതെ, ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ കടലറിയില്ല കരയറിയില്ല രവീന്ദ്ര മാഷ് എനിക്ക് കിട്ടിയ ഉഗ്രൻ സോങ് ആയിരുന്നു. സൂപ്പർ പരിപാടിയാണ്. മനോജ് കെ ജയൻ സാറും നിങ്ങളുടെ റൊമാൻസ്, സത്യത്തിൽ ഞാൻ ആ പാട്ടില് ആ റൊമാൻസ് കണ്ടിട്ട് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു പാട്ടാണ്. പാട്ടും ഭയങ്കര രസമാണ്. എനിക്ക് രവീന്ദ്ര മാഷാണ് എന്നോട് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞു, ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ വാണിയുടെ. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു സന്തോഷം തരുന്നൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ ആന്റണി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എനിക്കൊരു അവാർഡ് തന്നിരുന്നു. അപ്പോൾ ആന്റണി സാർ, ഈ വാണി വിശ്വനാഥനെ ഒന്ന് ജീവനോടെ കാണാനാണ് വന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ചില സന്തോഷങ്ങൾ, മറക്കാത്ത സന്തോഷങ്ങളാണ്. അതെ, ഒത്തിരി പടങ്ങളുണ്ട്. ഇപ്പം നഗരവധു, മംഗലം വീട്ടിൽ മാനസിക എന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങളുടെ പേരുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വരും. ഇത്രയും പടങ്ങളൊക്കെ വിട്ടിട്ട് ഇപ്പൊ തെലുങ്കും തമിഴിലും കന്നഡയിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തില് ഞങ്ങൾക്ക് ആ ബ്രേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ തുടരും എന്ന് വിശ്വസിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റ്, അതായത് ഒരുപാട് ബിസി ആവണം അങ്ങനെയൊന്നുമില്ല. നല്ല ക്യാരക്ടറുകൾ ചെയ്യണമെന്നുണ്ട്. അതിലൂടെ ബിസി ആവണമെങ്കിൽ ആവട്ടെ, നല്ല ക്യാരക്ടറുകളിലൂടെ ബിസി ആവണമെങ്കിൽ ആവട്ടെ. അല്ലാതെ ബിസിക്ക് വേണ്ടിയിട്ട് ക്യാരക്ടറുകൾ ചെയ്യില്ല, നല്ല ക്യാരക്ടറുകൾ ചെയ്യണമെന്നുണ്ട്. ഇതിൽ സ്ക്രീൻ സ്പേസ് കുറവാണ്. ക്യാരക്ടർ ഉഗ്രൻ ക്യാരക്ടർ, നല്ല ക്യാരക്ടറാണ്. ഈ സമുദ്രകനിയായിട്ടൊക്കെ കോംബോ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നേർക്ക് നിൽക്കുമായിരിക്കും എല്ലാവരും.
ഷൈൻ ടോം ആൻഡ് ശ്വാസിക അവരൊക്കെ ആയിട്ട് ഒരു ക്ലൈമാക്സിൽ വരുമ്പോഴുണ്ട്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഈ പ്രൊഡക്ഷനൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആ മാറ്റങ്ങളൊക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു? അല്ല, ഞാൻ സിനിമ വിട്ടു നിന്നാലും സിനിമ കാണാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സിനിമയെ പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇവർക്കൊരു മാറ്റം വന്നത്, നമ്മുടെ മലയാള സിനിമയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലോ, ഒരു ഹെൽത്തി ആയിട്ടുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. എന്നിലൂടെയും ഒരു മാറ്റം വരുത്തി അഭിനയിക്കണമെന്നും ഒരു ആഗ്രഹമുണ്ട്. അതേ പാറ്റേൺ അല്ലാതെ ഒരു പോലീസ് ഓഫീസർ തന്നെ, എൻ്റെ ഒരു 4 പോലീസ് ഓഫീസർ എടുത്താലും അതിലൊരു വ്യത്യാസം അഭിനയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം കൊണ്ടുവരണമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂജൻ പിള്ളേരുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിലൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ വരുമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല, എങ്കിലും അത് സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയേണ്ട അഭിപ്രായം. ഈ 2 Men കാണുന്ന സമയത്ത് ഭാരത് സർക്കസിനും അത്യാവശ്യം അപ്രീസിയേഷൻ കിട്ടിയിട്ടാണ്. പക്ഷേ 2 Men കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിലുപരി എന്തുകൊണ്ടാണ് നിങ്ങൾ തുടർന്ന് അഭിനയിക്കാത്തത്, എന്താ കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നിയത്. എന്നെ ആരും പിടിക്കുന്നില്ല. ഞാൻ അല്ല, തീർച്ചയായിട്ടും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നെ സംബന്ധിച്ചോളം സിനിമ എപ്പോഴും ഒരു പാഷനാണ്. ഞാൻ ഇന്നും ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനാണ് എനിക്ക്. ആൻഡ് ആക്ടിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ എപ്പോഴും ഡയറക്ഷനിനോടാണ് എനിക്ക് താല്പര്യം. എഴുതാനും ഡയറക്റ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അഭിനയം എനിക്ക് വഴങ്ങുന്നൊരു വിഷയമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കറിയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. പക്ഷെ ഞാനായിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വേഷം എന്നെ തേടി വന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് സുജിത് എസ് നായരുടെ മധുബാൽ സ്ക്രിപ്റ്റ് എഴുതിയ വാക്കെന്ന് പറഞ്ഞ സിനിമ, ഞാനും മനൂഹാസനും സുരാജ് വെഞ്ഞാറുമാണ്. അത് ഇറങ്ങിയിട്ടില്ല. ഒരു ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. അതെനിക്ക് അവാർഡ് കിട്ടിയിരുന്നു, ക്രിട്ടിക്സ് അവാർഡ്. അതായത് ശ്രദ്ധിക്കില്ല. പിന്നെ എൻ്റെ പേഴ്സണൽ PR വളരെ മോശമാണ്. ഞാനതിനൊന്നും നിൽക്കാറില്ല. രജനീഷ് അറിയാമല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ രജനീഷിനെ വിളിക്കുന്നത്. അറിയില്ല, ഇത് ഈ പടമായിട്ട്. കാരണം ഈ പടത്തിൽ എനിക്ക് 24/7 ഈ പടത്തിൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ടും ഈ പടം ജനങ്ങളിലേക്ക് എത്രമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ വാണിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ വാണി ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല, നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നതിനകത്ത്. അപ്പോൾ ഈ പിന്നെ സിനിമയുടെ ഈ കാര്യം താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ ആ വാക്ക് ഉൾപ്പെടെയുള്ള കുറച്ച് സൗഹൃദത്തിൻ്റെ പുറത്ത് കുറച്ച് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ വലിയ ചിറകുള്ള പക്ഷികളിൽ ഒറ്റ സീനിൽ വരുന്ന അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മരിച്ചുപോയ MG രാധാകൃഷ്ണൻ ആയിരുന്നു ക്യാമറ. സുപ്രീം കോടതിയിലെ ഒരു DYFI ലോയറായിട്ടായിരുന്നു. ഫുൾ ഇംഗ്ലീഷാണ്. അത് സിങ് സൗണ്ടാണ്, ഒറ്റ ഷോട്ടാണ്. അപ്പോൾ എനിക്കത് ചലഞ്ചിങ് ആയിട്ട് തോന്നി. അതിപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോൾ ഷോറിയിലൊക്കെ ഒരാൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. സതീഷ് എന്നെ, ഈ K സതീഷ്, അദ്ദേഹം പകലിൽ എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, പകലിൽ നഗറിൽ. സതീഷ് വർഷങ്ങളായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്. അദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിലാണ് 2 Men ജനിക്കുന്നത് ആരെങ്കിലും. അപ്പോൾ സതീഷ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഞാൻ എന്തോ നടക്കാൻ അങ്ങോട്ട് പോയാൽ രാവിലെ വിളിച്ചിട്ടുണ്ട്. സതീഷ് പറഞ്ഞു, സതീഷ് ഇടയ്ക്ക് കഥകളൊക്കെ പറയും. സതീഷ് പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റ് എനിക്ക് ഒരു കഥ കേൾക്കണം. സതീഷ് പറഞ്ഞു, ഞാൻ ഫ്രീയാണ്. അപ്പം ഞാൻ നടക്കുന്നുണ്ട്, ഇത് ചെവിയിൽ വെച്ചിട്ടുണ്ട്. 2 Men കഥ ഇങ്ങനെ പറയുക, മനോഹരമായ കഥ. ഞാൻ പറഞ്ഞു, സതീഷ് അത് കലക്കി. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബിജു മേനോനെയും ഇന്ദ്രജിത്തിനെയും ഞാൻ വിളിച്ച് പറയാം. ബിജുവിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല, ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് ഞാൻ പറയാം. അയ്യോ അവരൊന്നും വേണ്ട, എനിക്ക് നിഷാദ് ഇർഷാദും മതി എന്ന് പറഞ്ഞു. ഞാനോ പറഞ്ഞു, അല്ല അത് നിങ്ങൾ രണ്ടുപേരെയും വെച്ച് ഞാൻ പടം ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നിൽ അത്രയും വിശ്വാസത്തോടുകൂടിയാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് വെച്ച് സഞ്ജയ് മേനോൻ വേണോ അബൂബക്കർ വേണോ എന്ന് ചോദിച്ചു. അത് നിഷാദം തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അബൂബക്കർ. കാര്യം എനിക്ക് പരിചിതമാണ്. ഈ 40 വർഷം മുമ്പ് പുനലൂരുള്ളൊരു സലീം എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ നാൾ സൗദിയിലായിരുന്നു. അയാൾ അതേപോലെ ഞാൻ എടുക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അബൂബക്കർ ഞാൻ ചെയ്തോളാം. ഇർഷാനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇർഷാ ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, നിന്ന് കേട്ടു പറഞ്ഞു. പക്ഷേ അത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവർ ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുക, ഗോൾഫൊക്കെ ചെയ്തിട്ട് നിൽക്കുക, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇർഷാദും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു, നമുക്കെന്നാൽ മുന്നോട്ട് പോകില്ലേ. ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ് ഡാർവിൻ, മറ്റേ D40ൻ്റെ ഉണ്ട്. ഡാർവിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയും, ഡാർവിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്, വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല, ഈ ഉള്ളവരും ഇർഷാദുമായിട്ട് അഭിനയിക്കുന്നത്, പക്ഷേ കോസ്റ്റ് കുറച്ച് ഗൾഫിൽ വെച്ച് ചെയ്യാം, അതിനുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാം എന്ന്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പ്രോജക്റ്റ് നടക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റിനെ പറ്റി ഭയങ്കര അഭിപ്രായം വന്നു. ഇവിടെ റിലീസിന് 51 തിയേറ്റർ പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടർ 20 തിയേറ്ററിലെ അത് കളിപ്പിച്ചു, അത് ചവിട്ടി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അനുഭവം. ദുബായിൽ, പ്രത്യേകിച്ച് UAE ഏകദേശം 43ഓളം ഷോസ് അവിടെ സംഘടനകൾ ഏറ്റെടുത്തു. കാര്യം താങ്കൾ ആ സിനിമ കണ്ടാണ്, അന്ന് കണ്ടിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സിനിമയിൽ അബൂബക്കർ ഒരു നോവായി മാറിയെങ്കിൽ എൻ്റെ സമയത്തുള്ളൊരു കലാകാരൻ നിലയിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണ്.
അതുപോലെ ഈ റോഡ് മൂവീസിൻ്റെ സ്റ്റൈലിലാണ് അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണും അതിൻ്റെ ഒരു സാധനം. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് മലയാളി ആസ്വദിക്കും പോലെയാണ് റോഡ് മൂവീസൊക്കെ ആസ്വദിക്കുന്നത്. നമ്മൾ ഏത് നാട്ടിലുള്ള റോഡ് മൂവി ആണെങ്കിലും നമ്മൾ കണ്ടിരിക്കും, മലയാളി കാണും. അതാണ് ഭയങ്കര പ്രത്യേകത. അപ്പം നമ്മുടേതായ ഒരു സിനിമ വരുമ്പോൾ നമ്മളും ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ ഇപ്പോഴും ആളുകൾ ട്യൂമൻ്റെ കാര്യത്തിൽ എന്നെ വിളിക്കൊണ്ട് എനിക്ക് ദുബായിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ വലിയ ഭാഗ്യം തന്നെയാണ്. ഈ സിനിമാ ആസ്വാദനത്തിൻ്റെ നിലവാരം മലയാളിയുടെ മാറി, അപ്ലിഫ്റ്റ് ചെയ്തു. നമ്മൾ കുറേ തരത്തിലുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാഹൂതം കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ നമ്മൾ രാജ്യാന്തരവും ലോകത്താകമാനം ശ്രദ്ധിക്കുന്ന രീതിയിലൊക്കെ ഇപ്പോഴത്തെ മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ, എല്ലാവരും കാണല്ലേ. അത് തന്നെ വലിയൊരു അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ. സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും സിനിമയെ ഭയങ്കരമായിട്ട് പിന്നെ സിനിമ കാണാറുണ്ട്. എനിക്ക് ഓടാത്ത പടങ്ങളാണെന്ന് പറഞ്ഞാലും അത് ഇഷ്ടമുള്ള പടം. മലയാള പടങ്ങൾ കണ്ടിട്ട് മാത്രമേ ഞാൻ ബാക്കിയുള്ള പടങ്ങൾ, വലിയ പടങ്ങൾക്കായാലും പോകുള്ളൂ. എനിക്ക് മലയാള പടങ്ങൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ള ഒരു സംഭവം. ഈ കന്നഡയും തെലുങ്കിലും തമിഴിലും ഒക്കെ സജീവമായിട്ട് നിന്നൊരു കാലമുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു ആർട്ടിസ്റ്റ് മാറി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളിലായിരിക്കും നമ്മൾ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഇത് മിസ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു മിസ് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അതിലും സന്തോഷമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്കത് മിസ്സാവില്ല. അതിൽ ദുഃഖമുള്ള കാര്യത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്കിത് മിസ്സാവുക. അപ്പം എൻ്റെ മക്കൾ എന്ന് പറയുന്നത് എനിക്ക് അതിലും കൂടുതൽ സന്തോഷം തന്ന ഒരു, അപ്പൊ ആ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിത് മിസ്സായി പോലെ തോന്നിയില്ല. ഇപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള അതോടുകൂടി വരണം എന്നും ഉണ്ടായിരുന്നു ആഗ്രഹം. എന്നെ പ്രേക്ഷകർ എന്ത് ക്യാരക്ടറിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ അതുപോലെ തന്നെ വരണം എന്ന്. ഈ 3 പടങ്ങളും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങൾ നിങ്ങൾ ശരിക്കും ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം ഒരാൾ മാത്രവും തില്ലാനയും പിന്നെ ഡ്രീംസും ഒക്കെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ സിനിമാ മോഹമായിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തിനാണ് സിനിമയ്ക്ക് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ആ അറ്റ്മോസ്ഫിയർ പഠിക്കാൻ വേണ്ടിയിട്ടാണോ അതേ അസോസിയേറ്റ് ആയിട്ട് പോകാനുള്ള? ഫാദർ റിട്ടയർ ചെയ്തതിന് മുമ്പ് നമ്മളൊരു അകന്ന റിലേറ്റീവ് കമൽ സാർ, ഡയറക്ടർ കമൽ. അപ്പോൾ എൻ്റെ ഒരു നമ്മളൊരു ഫാമിലി ഫ്രണ്ടാണ് അറക്കൽ ബാപ്പു. അറക്കലാണ് ഈ കാട്ടുകുതിരയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. സത്യപ്രതിജ്ഞ ഒക്കെ. എൻജിനീയറിങ്ങിന് പോവുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമേ അല്ലായിരുന്നു. എനിക്ക് വക്കീലാവാനായിരുന്നു ആഗ്രഹം. അപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എൻജിനീയറിങ്ങിന് പോകുന്നത്. വീട്ടുകാരുടെ നിർബന്ധത്തിന് ഞാൻ എൻജിനീയറിങ്ങിന് പോയി. എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു ഇനി എനിക്ക് എൻ്റെ പാഷൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഫാദറിന് മനസ്സിലായി എനിക്ക് എൻജിനീയറിങ് ഒട്ടും താല്പര്യമില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് ഞാൻ പോകത്തില്ല എന്ന് മനസ്സിലായപ്പം മൂപ്പര് ഒരു കത്ത് തരികയാണ്. കമൽ സാറിൻ്റെ ഒരു കൊച്ചു ഭൂമി കുരുക്കം, അതിൻ്റെ ലൊക്കേഷനിൽ ഞാനും. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങി, ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ പ്രൊമോട്ട് വെച്ച് കാശൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനും ബാപ്പും കൂടി പോകുമ്പോൾ ഇരിങ്ങാലക്കുട ഒരു സ്കൂളിലാണ്. അപ്പം മുരളിച്ചേട്ടനും ഗീത ഒക്കെ അഭിനയിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്ന ഒരു ചെറുക്കൻ ഊച്ചാടി വെച്ചൊരു പയ്യൻ ആളുകളെയൊക്കെ ഇങ്ങനെ മാറ്റുന്നു. അപ്പോൾ ബാപ്പു പറഞ്ഞു, ദൈവം നിൽക്കുന്ന ആളെ കണ്ടോ, ഈ ആളെ മാറ്റുന്നത്, അതിൻ്റെയും കീഴേ പോയി നിൽക്കേണ്ടി വരും, എൻജിനീയറൊക്കെ ആയി കഴിഞ്ഞിട്ട് അങ്ങനെ പോകണമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ആ കത്തം കീറിക്കളയാ. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രോട്ടോക്കോളിൽ ഡയറക്ടർ അടുത്ത് നിൽക്കുന്നതാണ്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡയറക്ടറാവുക എന്നുള്ളത്. ഞാൻ എൻ്റെ 5 വയസ്സിലോ 4 വയസ്സിലോ യാകാശം സിനിമ കാണുമ്പോൾ, പുരളൂർ തായ്ലക്ഷ്മിയിലെ യാകാശം സിനിമ കാണുമ്പോൾ എൻ്റെ മരിച്ചുപോയ അമ്മാവൻ പ്രിയദർശൻ്റെ കൂടെ പഠിച്ച അൻസാരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് പ്രേം നസീറിനെ പറ്റിയല്ല, ഇതുണ്ടാക്കി ആരാവും ചോദിക്കുന്നത്. അപ്പോഴാണ് ഡയറക്ടർ എന്നുള്ളൊരു സാധനം പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കയറുന്നതും സിനിമയിൽ വന്നാൽ ഒരു ഡയറക്ടറാവണമെന്നുള്ള ആഗ്രഹം അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഡയറക്ടർ പഠിക്കാൻ വേണ്ടിയാണല്ലോ പോയത്. അത് കയറി ഞാൻ ചോദിച്ചു, പ്രോട്ടോക്കോൾ ഈ ഡയറക്ടർ അടുത്ത് നിൽക്കുന്ന ആരാ? ഒരു പ്രൊഡ്യൂസർക്ക് എല്ലായിടത്തും പോകുന്നു. അങ്ങനെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് മമ്മൂക്കാരുടെ ഡേറ്റ് മേടിക്കാൻ. അത് എന്നെ സംബന്ധിച്ചോളം ഈസി ആയിരുന്നു. കളിക്കളത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാനാണ്. അപ്പോൾ കെവിൻ കോസ്റ്റർ അഭിനയിച്ച എ പെർഫെക്റ്റ് വേൾഡ് എന്ന് പറഞ്ഞ സിനിമയുടെ CD ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അന്നേ കഥ താല്പര്യമുണ്ട്. ബെസൽ സാബി എടുത്ത് പറഞ്ഞ് പുള്ളിക്കെന്തോ മനസ്സിലാവാത്തതെന്ന് തോന്നുന്നു. അത് ഒരാൾ മാത്രമായി ജനിക്കുകയാണ്. അതിൽ വാണി അഭിനയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി ഒരാൾ മാത്രത്തിന്. അപ്പോൾ ഈ ക്യാമറ ബിപിൻ മോഹൻ ചേട്ടനായിരുന്നു. അപ്പോൾ ബിപിൻ മോഹൻ ചേട്ടൻ്റെ ബാക്കിലിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പിന്നെ ഡ്രീംസും പിന്നെ ഈ പറയുന്ന തില്ലാനൊക്കെ പഠിച്ചപ്പോൾ ഒരു സംവിധായകനാകാൻ വേണ്ടി പടം പ്രൊഡ്യൂസ് ചെയ്തതാണ്. ആരുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്
അങ്ങനത്തെ തലവേദനകളൊന്നും എനിക്കില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ ജോണി ആൻ്റണി ചേട്ടനെ കാണുമ്പോൾ ട്യൂമൻ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ജോണി ആൻ്റണി ചേട്ടൻ്റെ ഒരു സ്പേസ് പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ എന്ന് എനിക്കൊരു എൻ്റെ മനസ്സിൽ ഉണ്ടായതാണ്. ഞാൻ അന്ന് സംസാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സ്പേസ് സത്യത്തിൽ ഉണ്ട്. അതേപോലെ കുറേ ആൾക്കാരെ നമുക്ക് വേണം സത്യത്തിൽ, നല്ല ആർട്ടിസ്റ്റുകളെ. അതിനകത്ത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അതായത് രജനീഷ്, ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ ആരെങ്കിലും വിളിക്കാതെ ഞാൻ എങ്ങനെ അഭിനയിക്കും. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ട്യൂമൻ്റെ സമയത്ത് അനൂജ് എന്ന് പറഞ്ഞ പിന്നെ ഭാരത സർക്കസിൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ ഒരു അകന്ന റിലേറ്റീവാണ്. ട്യൂമനിലെ റൈറ്റർ മുഹാദ് ബെമ്പായാണ്. അയാൾക്ക് ബെസ്റ്റ് പിന്നെ ഡ്രാമ റൈറ്ററിൻ്റെ സ്റ്റേറ്റ് അവാർഡ് 2 തവണ കിട്ടിയ വ്യക്തിയാണ്. അപ്പോൾ മുഹാദ് എൻ്റെ അടുത്ത് ഒരു ദിവസം മുറിയിൽ ട്യൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കങ്ങളെ വെച്ച് എനിക്കൊരു സോളോ ഡ്രാമ ചെയ്യണം. ഒരു പോലീസ് ഓഫീസർ, ചുറ്റും ബിംബങ്ങൾ മാത്രം, ഇയാളുടെ സോളോ പെർഫോമൻസാണ്. അപ്പോൾ ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തമാണ്. അപ്പോൾ മുഹാദ് റൂമിൽ നിന്ന് പുറത്തോട്ട് വരുമ്പം അനൂജ് കയറുകയാണ് റൂമിലേക്ക്. അപ്പോൾ അനൂജ് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു പടം ചെയ്യണം, നിങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞു. നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയാൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് വിട്ടു. പക്ഷെ അന്ന് രാത്രി ഈ കഥ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ പിറ്റേന്ന് മുഹാദിനോട് പറഞ്ഞു, മുഹാദ് ഇത് പ്ലേ അല്ല, ഇതൊരു സിനിമയുണ്ട്. ഞാൻ മുഹാദ് കൂടി ഇരുന്ന് ആ കാര്യങ്ങളൊന്നും മുഹാദ് നിമിഷ നേരം കൊണ്ട് അതിനൊരു സ്ക്രീൻ പ്ലേ പോലെ ഒറ്റ ദിവസം കൊണ്ടാക്കി. അതാണ് ഭാരത സർക്കസ്. അത് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ സോഹൻ സീൻലാലിനാണ് കൊടുത്തത്. ഞാൻ അനുജനോട് സോഹൻ ചെയ്യട്ടെ, ഞാൻ എല്ലാം കൂടി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സിനിമ ഈ ജയചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റാണ്, അബൂബക്കറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റാണ്. അപ്പം ജയചന്ദ്രൻ നായർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എല്ലാവരും വിളിക്കുമെന്ന്. ആരും വിളിച്ചില്ല, എനിക്കതിൽ വിരോധമില്ല. ഈ പടത്തിലെ ഡയറക്ടർ പ്രൊഡ്യൂസറും സുധീർ കരമനയും കൂടിയാണ് പറഞ്ഞത് ഞാൻ അഭിനയിക്കാൻ. അതിന് മുമ്പ് ആക്ച്വലി വാണി വിശ്വനാഥുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത വേറൊരു സബ്ജക്റ്റാണ്. എൻ്റെ ഒരു ആഡ് ഫിലിമിന് വാണി അഭിനയിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ രമേശ് അമാനത്തെ ഡയറക്റ്റ് ചെയ്യുന്ന, ഞാൻ അതിനകത്ത് വില്ലനാണ്, വാണിയുണ്ട്. അത് ഗംഭീര സിനിമയാണ്, കുറച്ച് കോസ്റ്റ് കൂടിയൊരു സിനിമ. അതിനാണ് ഞങ്ങൾ ആക്ച്വലി ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സിനിമ വരുന്നത്, ഡയറക്ടോറിയൽ സിനിമ വരുന്നത്. അപ്പോൾ പ്രൊഡ്യൂസറും സുധീറും കൂടിയാണ് എന്നെ ഈ ക്യാരക്ടർ, ഐസക് മാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചുള്ള അത് പരിചിതമായിരുന്നു, എനിക്ക് ഈസിയുമാണ് ചെയ്യാൻ. അത് അതിൽ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ കാലഘട്ടത്തിൽ സിനിമ കുറേ മാറിയിട്ടുണ്ട്. പക്ഷേ വാണി വിശ്വനാഥ് ചെയ്ത പല പടങ്ങളിലും, ഇപ്പോൾ ഉസ്താദിൽ നമ്മൾ ആ വണ്ടി എടുക്കുന്നൊരു സീനുണ്ട്. അത് ത്രില്ല് എടുപ്പിക്കുന്നത് ഒരു പുരുഷൻ്റെ ഈഗോ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗമായിട്ടാണ് ആ ത്രില്ലിങ് നമുക്ക് വരുത്തുന്നത്. അതൊരു പെണ്ണിനെ ഇങ്ങനെ അനുവദിക്കാതിരിക്കുക, പെണ്ണ് വിജയിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന സ്പേസ് ഉണ്ട്. ഇപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ മെയ്ഡ് ചെയ്യുമ്പോൾ തുല്യ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ആ കഥയുടെ ചില സാധ്യതകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് കഥ വായിക്കുമ്പോഴും ഈ സാധ്യതകൾ അന്വേഷിക്കുമ്പോഴും ഇത്തരമൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റിൽ വായിക്കാറുണ്ട്. അത് കഥയ്ക്ക് അനുയോജ്യമായിട്ട് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അതുമായി മുന്നോട്ട് പോകാന്നാണ് ആഗ്രഹം. കാരണം എൻ്റെ ക്യാരക്ടറല്ല അവിടെ, ഞാൻ താഴണമെങ്കിൽ താഴ്ന്നു തന്നെ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ടൈപ്പ്, ഏത് ടൈപ്പ് ആയാലും കഥയ്ക്ക് ഏതാണ് അല്ലെങ്കിൽ ഓഡിയൻസിനെ ഏതാ ഇഷ്ടപ്പെടുന്ന അതിലേക്ക് പോകാനാണ് ആഗ്രഹം. ഒരു സംവിധായകൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പെരുമാറുക. അതെ അതെ. അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഇല്ല, നമ്മളൊരു ക്യാരക്ടർ ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാലോ നമ്മൾ ഈ ക്യാരക്ടറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കാം, വേറെ ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായി മാറുമ്പോൾ പിന്നെ അതുമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ്. ഈ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ എത്തുമ്പോഴാണോ നമ്മൾ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഏത് പടത്തിന് ഫസ്റ്റ് പോകുമ്പോഴും ഒരു ആദ്യ പടം അഭിനയിക്കുന്ന ഒരു പേടിയും വെപ്രാളൊക്കെ ഉണ്ടായിരിക്കും ഏത് പടത്തിനും. പിന്നെ കുറച്ച് കഴിയുന്നൊന്ന് സെറ്റ് ആവണമെങ്കിൽ നിഷാദ് സാർ വന്നിട്ട് ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ക്യാരക്ടറിന്, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ക്യാരക്ടർ, ഏത് ക്യാരക്ടർ ചെയ്യാലും ഒരു പാഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലൊരു മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാറ്റമായിട്ട് അങ്ങനെ ചെയ്തോട്ടെ. കോസ്റ്റ്യൂമിലാണെങ്കിലും മേക്ക് ഓവറിലും ഒക്കെ മുടിയുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി നമ്മൾ, അത് ഞാനും സമീറായിട്ട് സംസാരിച്ചു, അങ്ങനെ ഒന്ന് മാറ്റിയതാണ്. അത് അങ്ങനെ ഒരു സ്വയം മനസ്സിനകത്തൊരു സാധ്യത കാണുമല്ലേ ഒരു ക്യാരക്ടർ ഡയറക്ടർ ചിന്തിക്കുന്നത് പോലെ തന്നെ നമുക്ക് അതിൽ പുള്ളിയേക്കാളും എന്തോരം വ്യത്യാസത്തിൽ നമുക്ക് ചിന്തിക്കാമെന്നും നമ്മൾ ചിന്തിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ മേക്ക് ഓവറൊക്കെ അങ്ങനെ ആവുന്നത്. അല്ല, പക്ഷെ എങ്കിലും ആ മനസ്സിൽ തോട്ട് കറക്റ്റ് ഏത് വഴിക്കാണ് പോകേണ്ടത് നമുക്ക് അറിഞ്ഞൂടായിരിക്കും. പക്ഷെ എങ്കിലും ഒരു തോട്ട് ഉണ്ടാവും. അത് നമുക്ക് ആ ഡയലോഗ്സ് ാണ് നമുക്ക് ആ ഒരു എക്സ്പ്രഷനൊക്കെ നമ്മൾ എടുക്കുന്നത്. ഒരു ഡയലോഗ് കിട്ടുമ്പോഴാണ് നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എന്ത് ട്രെൻഡിൽ അഭിനയിക്കാം. അത് ഈ പടത്തിലൊരു നല്ലൊരു സീനുണ്ട്, അത് ഒരു ഡിഫറെൻ്റ് തമിഴുമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അതൊരു കൂടുതൽ ഇഷ്ടമായി. കാരണം മലയാളം അല്ല പറയുന്നത്, തമിഴാണ്.
അപ്പോൾ ഒരു തമിഴ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒബ്സർവേഷൻ നമ്മൾ പല ആർട്ടിസ്റ്റുകളെയും കണ്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പിക്ക് ചെയ്യുന്ന ചിലപ്പോൾ ചില മാനറിസംസ് ഒക്കെ നമ്മൾ പിക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മുടേതായ ചില മാനറിസംസ് അത് തനിയെ ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ ഒരു മമ്മൂക്കി ഉണ്ടാവാം, ഒരു ലാലേട്ടൻ ഉണ്ടാവാം, രജനി ഉണ്ടായിരിക്കാം, ചിരഞ്ജീവി ഉണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറിൽ. ഈ പല പടങ്ങൾ പല ടൈപ്പ് ഓഫ് പടങ്ങളായിരിക്കുമല്ലോ കാണുക. അപ്പം ഇന്ന പടങ്ങളൊന്നുമില്ല, കമേഴ്സ്യലൈസ് ആയിട്ടുള്ള പടങ്ങളും എല്ലാ പടങ്ങളും കാണും. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലരുടെയൊക്കെ മാനറിസംസ് നമുക്ക് ഇപ്പോൾ തെലുങ്ക് പടമാണെങ്കിൽ ചിരഞ്ജീവി സാർ ചെയ്യുക വേറൊരു രീതിയിലായിരിക്കും. അത് ഞാൻ ആ ഒരു ചെറിയൊരു സംഭവം മലയാളത്തിൽ കൊണ്ടുവരുമ്പോൾ ആ ഇടം കറക്റ്റ് ആയിരിക്കണം. ഞാൻ ഫില്ല് ചെയ്യുന്നത് ചിരഞ്ജീവി അഭിനയിച്ച സംഭവം ഞാൻ കട്ടെടുത്ത് ഫില്ല് ചെയ്യുമ്പോൾ അത് ആ കറക്റ്റ് ഇടത്ത് തന്നെ വരണം, അത് മാറിപ്പോവരുത്. അങ്ങനെ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ എല്ലാ വലിയ നായകന്മാരും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ അഭിനയിക്കുന്ന ആക്ഷൻ സംഭവങ്ങളിൽ. ഈ പോലീസ് വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലീസിന്റെ ചില മാനറിസംസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞു തരും. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസിനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ മാനറിസംസും ശബ്ദം പോലും പഴയത് മാതിരിയുള്ള ഉയരത്തിലുള്ള ശബ്ദമൊന്നും നമുക്ക് ചേരില്ല. അത് മുമ്പത്തെ പോലീസൊക്കെ ഭാഗ്യചേച്ചിയൊക്കെയാണ് എനിക്ക് ഡബ് ചെയ്യാറ്. ഇപ്പൊ ഞാൻ തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. എന്റെ ട്രെൻഡിനും അതിനും വ്യത്യാസം. അവരുടെ വോയിസ് ആണ് നന്നാക്കാൻ നോക്കിയത്. നമ്മൾ എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് വോയിസ് നന്നാക്കാൻ നോക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് സിങ്സ് ഉണ്ടായിരുന്നോ ഈ പടം? അല്ല, ഡബിങ് ഉണ്ട്. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്, അതായത് സിനിമയിലെ ഉദ്യോഗസ്ഥർ, അങ്ങനെ തന്നെ പറയണം കേട്ടോ. അതെ, ചിലത് വളരെ ഇപ്പൊ ആസാദി എന്ന മൂവി ഞാനൊരു സസ്പെൻഷനിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. വളരെ കൂളായിട്ട് അന്വേഷിച്ചു പോകുന്നൊരു ക്യാരക്ടറാണ്. ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ആൾക്കാർ ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും അതുപോലെ ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിഷാദ്, ഇതിനകത്ത് നിങ്ങൾ അഭിനയിക്കണമല്ലോ, രണ്ടും കൂടെ ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയാണ്. അസോസിയേറ്റ്സ് ഒക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. അപ്പോൾ മാനറിസംസ് കുറേ മാറിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ നമ്മുടെ നടപ്പ് രീതി, പോലീസിൻ്റെ സിനിമയിലെ അഭിനയത്തിൻ്റെ സാധ്യതകൾ നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കിയിട്ടുണ്ട്. ഈ അത്തരത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ടാണോ ഈ പടം ചെയ്തിരിക്കുന്നത്? അതേ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട്? ഡ്രാമ എന്ന് പറഞ്ഞ സാധനമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എങ്ങനെ വേണം. അത് നേരത്തെ ഞാൻ എൻ്റെ അസോസിയേറ്റിൻ്റെ അടുത്തും ക്യാമറാമാൻ്റെ അടുത്തും നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സീക്വൻസ്, ഇങ്ങനെ വേണം. ഇപ്പോൾ ഒരു ക്രൈം സീനിൽ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ജനിച്ചപ്പോൾ മുതൽ കാണുന്നതാണല്ലോ പോലീസ് എന്താണെന്ന്, പോലീസിൻ്റെ വീട്ടിൽ ഇത് എങ്ങനെയാണെന്ന്. മുകേഷ് ഏട്ടനുമായിട്ടൊരു സീനിൽ ഞാൻ പറയുന്നൊരു ഡയലോഗുണ്ട്. മുകേഷ് ഏട്ടനായിട്ട് എനിക്ക് കൈ തന്നു, ഇങ്ങനെയുള്ള ഒരു പോലീസുകാർ, പുള്ളി MLA കൂടിയാണല്ലോ, പോലീസുകാർ ഇങ്ങനെ പറയത്തുള്ളൂ. അത് പോലീസ് ഭാഷ്യമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഡയലോഗ്സിൽ പോലും. ഈ ഒരു ക്രൈം സീനിൽ പോകുന്നൊരു സീക്വൻസ് ഉണ്ട്, ഒറ്റ ഷോട്ടിലാണ്. 2 ക്യാമറയുണ്ട്, ജിമ്മിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ ഷോട്ട് വന്ന് കംപ്ലീറ്റ് ഓരോ ആർട്ടിസ്റ്റുകൾ കയറി ആ സമയത്ത് പർട്ടിക്കുലർ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫോറൻസിക് എക്സ്പെർട്ടും ഒരു പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു. കാര്യം ഞാൻ അതിനകത്തൊരു പിഴവ് വരുത്താൻ ആഗ്രഹിച്ചില്ല. അതിതുവരെ അങ്ങനെ. പിന്നെ എൻ്റെ സ്ക്രിപ്റ്റിൽ ഷാനവാസ് സാറാണ്, SP ഷാനവാസ് സാർ, അദ്ദേഹം ആണ് ഇരുന്നത്. ലോക്നാഥ് ബെഹ്റാജിയായിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഈ മറവിയുടെ ചാരം വന്ന് മൂടിക്കെട്ടുമ്പോഴും ബാപ്പാടത്ത് ഞാൻ ചോദിക്കുമായിരുന്നു പഴയ കാര്യങ്ങൾ. അപ്പോൾ ഓരോന്ന് വളരെ പോയിന്റ് ചെയ്ത് പറയും. ഇങ്ങനെയാണ്, പിന്നെ ഫിംഗർ പ്രിൻ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഇതൊക്കെ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അറിയാം. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ടെന്നൊരു അത്ഭുതമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡോഗ് സ്നിഫ് ചെയ്യുമ്പോൾ മഴ ഉണ്ടെങ്കിൽ അതിന് അതർ ഇതുണ്ട്, ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരും ഏതൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനൊക്കെ അപ്പം തന്നെ നോട്ട് ചെയ്യും. പിന്നെ ചോദിച്ചാൽ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും. അപ്പോൾ ഒരു പോലീസ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഇത്രയും ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ടോ ഡ്രാമ എന്ന് പറയുന്ന സാധനം വരുത്താതിരിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും ആരും ഒരു ഡ്രമാറ്റിക്കായിട്ട് സംസാരിച്ചിട്ടില്ല. വളരെ നാച്ചുറലായിട്ടാണ് ഈ സിനിമയെ ഞാൻ ചെയ്തിരിക്കുന്നത്. പോലീസ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോൾ, വിമർശനത്തിന് ഇടവരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കും. നമ്മൾ ഈ പോലീസ് സിനിമകൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളൊരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത് ഉമാദത്തൻ സാർ എൻ്റെ ഫാദറിൻ്റെ കീഴെ വർക്ക് ചെയ്തതാണ്. അതെ, എൻ്റെ ഫാദറിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. പുള്ളി ആദ്യമായിട്ട് പോലീസ് സർജൻ ആവുന്ന വാപ്പ ക്രൈംബ്രാഞ്ചിലിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ആ പോലീസ് സർജൻ എന്ന പുസ്തകത്തിൽ 3 ഇഷ്യൂസ് ഉണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ മരണം, അവിടെയൊക്കെ എൻ്റെ ഫാദറുമായിട്ട് അന്വേഷിച്ച് ഡീറ്റെയിലിംഗ് എഴുതിയിട്ടുണ്ട്. PM കുഞ്ഞുമൈദീൻ എന്നുള്ള അദ്ദേഹം, ഫാദറും അദ്ദേഹം. അപ്പോൾ
ഇതിനകത്ത് ഈ പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത് ഇത് പുസ്തകം വായിച്ചിട്ട് ഒരുപാട് ഓഫീസേഴ്സ് എന്നെ വിളിച്ചു. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിൽ കാര്യമാണ്. കാര്യം എൻ്റെ ഫാദറിൻ്റെ പോലീസ് ദിനങ്ങളാണ്, എൻ്റെ പോലീസ് ദിനങ്ങൾ. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, പോലീസിൻ്റെ ജോലി, ഓഫീസറുടെ ജോലിയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ നിന്ന് കിട്ടുന്ന തെളിവുകൾക്ക് ശാസ്ത്രീയമായ ബലമുണ്ടോ എന്ന് നോക്കുക മാത്രമേ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ ഇസ് ദ പാർട്ട് ഓഫ് ദ പോലീസ് ഓഫീസർ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കാര്യമാണ്. വിവാദമൊക്കെ പറയുന്നതല്ല, എനിക്ക് മനസ്സിലായി, എൻ്റെ വരികളുടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇപ്പം ഒരു ക്രൈം സീനിൽ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഷഹീൻ സിദ്ദീഖിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എ ക്രൈം സീൻ ഈസ് എ മൈൻ ഓഫ് ഇൻഫർമേഷൻ, അതായത് അല്ലെങ്കിൽ ഒരു ട്രഷർ ഓഫ് ഇൻഫർമേഷൻ. എന്തെന്ന് എവിടുന്നാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതൊരു പോലീസ് ഭാഷ്യമാണ്. അപ്പോൾ പറയുക, ഹബീബെ ക്രൈം സീൻ ഈസ് എ മൈൻ ഓഫ് ഇൻഫർമേഷൻ, ഒന്നും വിട്ടുപോകരുത് എന്ന് പറയുന്നത്. ആദ്യം കാണുന്ന FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടൊക്കെ ഉൾപ്പെടെ ആദ്യം കാണുന്ന ഒരു പോലീസ് ഓഫീസർ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അയാൾ കാണുന്ന സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തെളിവുകൾ പിന്നെ എപ്പോഴും കിട്ടണമെന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പോലീസുകാരൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ശാസ്ത്രീയമായ ബലമുണ്ടോ എന്ന് മാത്രമേ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റൂ. ഈ കനോട്ട് ഇൻവെസ്റ്റിഗേറ്റ്. ആ പുസ്തകം എനിക്കറിയാം, എല്ലാവരും ഈ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളൊന്നാണ്. ഇല്ലെങ്കിൽ ഷേർലി വാസുവിനെ പോയിട്ട് പോസ്റ്റ്മോർട്ടം ടേബിളുകളുടെ പുസ്തകങ്ങൾ നമ്മൾ ആദ്യം നോക്കും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്യാനുള്ള പാകത നിങ്ങൾക്കുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇതിനകത്ത് എൻ്റെ രസം അറിയാം. ഇതിൽ ഒരു കാര്യം കൂടി പറയാം. അതായത് ലോഹിതദാസ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ചോക്കുമലയിലിരിക്കുന്ന കുട്ടി ചോക്ക് തേടിപ്പോയി എന്നുള്ളത്. ഒരു കഥകളുടെ കൂമ്പാരം എൻ്റെ സ്വന്തം പിതാവിൻ്റെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ കോവിഡ് കഴിഞ്ഞ ശേഷം ഈ പുസ്തകം എഴുതുമ്പോഴാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സാധനമുണ്ട്. പീരീഡ് വർക്ക് ചെയ്യേണ്ടി വരും, കുറേയൊക്കെ പീരീഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാര്യം ആ കാലഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷനാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും പിന്നെ ആളുകൾക്ക് താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എൻ്റെ കയ്യിൽ ഇനി കഥകളുടെ ഒരു കലവറ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഈ സിനിമയോട് കൂടി ഞങ്ങൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അങ്ങനെ ആവട്ടെ. ഇതൊക്കെ നമ്മുടെ ശ്രമമാണ് രജനീഷ്. ഇത് ഇപ്പം എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് തെറ്റുന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ്. എൻ്റെ ജഡ്ജ്മെൻറ്റ് ശരിയാണോ എന്ന് തീരുമാനിക്കുന്ന ഫസ്റ്റ് ഡേ ആണ്. പ്രേക്ഷകൻ ഇതല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു. അപ്പോൾ ഇതൊരു ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ കോൺഫിഡൻസോടെ പറയുന്നത്, ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമയാകും മേക്കിംഗ് വൈസ് ആയാലും. ഞാൻ പിന്നെ ലൂപ്പുകൾ അടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ശ്രമങ്ങളാണ്. അതൊക്കെ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകനാണ് തീരുമാനം. നിങ്ങൾ ചെയ്യുന്ന പടങ്ങൾ വിജയിച്ച പടങ്ങളുണ്ട്, ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എടുത്ത പകൽ പോലുള്ള പരാജയപ്പെട്ട പടങ്ങളുണ്ട്. അപ്പോൾ ആയുധവും വൈരവും ഒക്കെ വിജയിച്ച പടങ്ങളുടെ ഗണത്തിൽ വരുന്ന സാധ്യതകളാണ്. പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള സാമ്പത്തിക ഉന്നമനം പടങ്ങളുണ്ടാക്കി എത്രത്തോളം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരിക്കും ഈ പടം എല്ലാവരും സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. ഇനി തുടർച്ചയായിട്ട് പടങ്ങൾ ഉണ്ടാവുമെന്നും വിചാരിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ പടം എന്തുകൊണ്ട് കാണണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? പടം കണ്ടതായിരുന്നോ? കാരണം ഞാനൊരു ത്രില്ലർ പടങ്ങളിൽ ആരാധിക്കാണ്. അപ്പൊ ഞാനെല്ലാം ഇങ്ങനെ തപ്പുന്ന ഒരാളാണ് ത്രില്ലർ പടം. അപ്പോൾ ത്രില്ലർ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ത്രില്ലർ ആയാലും അല്ലെങ്കിലും ഞാൻ ത്രില്ലർ പടം ഇരുന്ന് കാണും. പക്ഷെ ഈ പടം നന്നായിരിക്കും. പ്രേക്ഷകരോട് അതാണ് പറയാനുള്ളത്, നന്നായിരിക്കും. പിന്നെ എന്നെ അന്ന് സ്നേഹിച്ചവർ ഇന്നും അതുപോലെ തന്നെ സ്നേഹിക്കുക. തീർച്ചയായിട്ടും സ്നേഹിക്കണം. അത്ര തന്നെ. നമുക്ക് ഒരുമിച്ച് പടം കാണാം. എന്തായാലും FDFSന് ഞാൻ ഉണ്ടാവും. എല്ലാവരും ഫസ്റ്റ് ഷോ കാണാൻ ശ്രമിക്കുക. അതായത് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ വാണിയുടെ ഒരു വലിയ സജഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ വാണി ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു, പക്ഷെ അതൊന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ പ്രൊഡ്യൂസറോട് പറയുമ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, അത് ഗംഭീര സജഷനാണ്, ഒന്നും നോക്കണ്ട, കുറച്ച് സീക്വൻസ് കൂടി എടുക്കാൻ പറഞ്ഞു. കാര്യം സമുദ്രക്കനിയായിട്ടുള്ള ഒരു നരേഷനിൽ വരുന്നൊരു സാധനമാണ്. അതെടുത്ത് കഴിഞ്ഞപ്പോൾ പടത്തിനെ കുറച്ചും കൂടി വാണിയുടെ ക്യാരക്ടറിനെയും പടത്തിനെയും ഭയങ്കരമായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വാണിയുടെ ഭാഗത്തുനിന്നും ഒരു ഇൻപുട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ്, അപ്പോൾ അത്രമാത്രം ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ കലാകാരിക്ക് ആ പടത്തോടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതാണ് ശരിക്കുള്ള കലയെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ആ ഒരു ഇൻവോൾവ്മെന്റ്. എല്ലാവരും ചേർന്ന് ചെയ്യണം, അല്ലാതെ അർത്ഥം അറിഞ്ഞുകൂടാതെ ഒരു സ്കിൽഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്.